ഇന്നു നമ്മൾ സംസാരിക്കുന്നത് ഒരു വലിയ വിഷയത്തിനെക്കുറിച്ച്, ദി അവൈറ്റഡ് വൺ. അതായത് പ്രതീക്ഷിക്കപ്പെട്ടവനായ ഇമാം മഹ്ദിയുടെ വരവും അവന്റെ ലക്ഷണങ്ങളും അവന്റെ വരവിനെക്കുറിച്ച് അറിയേണ്ടതൊക്കെയും. ഇമാം മഹ്ദി വരുമ്പോൾ എന്തൊക്കെയാ സംഭവിക്കുക, അവനെ നമ്മൾ എങ്ങനെ അറിയാം, എന്തൊക്കെ അവന്റെ വരവിനെ മുൻപേ കാണേണ്ടതായ ചിഹ്നങ്ങൾ, ഇതെല്ലാമിന് ഡീറ്റെയിലായി നമ്മൾ ചർച്ചിക്കാൻ പോകുന്നു. ആദ്യം ഇതുപോലെയുള്ള വീഡിയോസ് കാണാൻ ഇഷ്ടമുള്ളവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഖുറാനിലും ഇമാം മഹ്ദിയുടെ വരവിനെക്കുറിച്ചുള്ള ചിഹ്നങ്ങൾ പറയപ്പെട്ടിട്ടുണ്ട്. പക്ഷേ ഇത് മനസ്സിലാക്കാൻ നമ്മൾ പ്രോഫറ്റ് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ കാലം വരെ തിരിച്ചു പോകും. നബി പറഞ്ഞതുപോലെ ഒരു സമയം വരും, ജീവിക്കുന്ന സഹായമായിട്ടും ജീവിതം കഴിഞ്ഞു പോകുന്ന ഒരു സമയം. ഒരു വ്യക്തി ദിവസവും പോരാത്തിരിക്കണം, പക്ഷെ അവന്റെ കുടുംബത്തിന് അവിടെ കാണാൻ കഴിയില്ല. അതുപോലെ ഒരു കാലം വരുമ്പോൾ എനിക്കാണ് ഒരു വിശേഷവും പറഞ്ഞിട്ടുണ്ട്. സഹാബി ചോദിച്ച്, യാ റസൂലല്ലാ, ആ സമയത്ത് നമ്മൾ എങ്ങനെ അറിയാം ആ വിശേഷം? നബി പറഞ്ഞു, എൻ്റെ ഉമ്മത്തിൽ നിന്നൊരു മനുഷ്യൻ വരും, അവനൊരു സ്ത്രീയുടെ മകൻ. അള്ളാഹ് അവനെ അയക്കും സത്യവും സുഖവും പ്രഖ്യാപിക്കാൻ. അവർ കണ്ടാൽ അവനെ മനസ്സിലാക്കണം, അവൻ തന്നെ ആ പ്രതീക്ഷിക്കപ്പെട്ട മഹ്ദിയാണ്. ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നു, ഇമാം മഹ്ദി വരുന്നത് ഒരു സമ്പത്തികത്തിനുള്ള സമൃദ്ധി കാലമല്ല, വളരെ കഷ്ടപ്പെട്ട ഒരു സമയമിലാണ് അവർ വരുന്നത്. ഇന്ന് നമ്മൾ കാണുന്നു ക്ലൈമറ്റ് ചേഞ്ച് വലിയ ഒരു പ്രശ്നമായി മരിക്കുന്നു, കൃഷി ഉപജീവനം നഷ്ടപ്പെട്ടു പോകുന്നു. സയന്റിസ്റ്റ് പറയുന്നു ഇത് മനുഷ്യർ ചെയ്യുന്ന കാര്യങ്ങൾ കൊണ്ടാണ്. ഭൂമി ചൂടിക്കുകയും കാത് കരഞ്ഞു പോവുകയും ചെയ്യുന്നു. വീറ്റ്, റൈസ്, മെയ്സ് പോലെ മൂല്യ ക്രോപ്സ് കുറിയുക. വളരെ കൂടുതൽ പ്രദേശങ്ങളിൽ ഭക്ഷ്യ സംരക്ഷണം നഷ്ടപ്പെട്ടാൽ 2050 വരെ 2 ബില്യൺ ആളുകൾ ഭക്ഷ്യ ആവശ്യം കൊണ്ട് വലിയ സംഭ്രമം കാണുന്നതായി വരും. ആഫ്രിക്ക, സൗത്ത് ഏഷ്യ ഇതിൽ കൂടുതൽ പഠിക്കും. ഇതൊക്കെ സമൂഹത്തിന്റെ സംഘടനകളും അടിക്കും. സാമൂഹിക സങ്കടം, യുദ്ധം, കോളറ ഇതൊക്കെ വരും. ഇതിൽ തന്നെ പ്രാധാന്യം ലാഭിക്കുന്നു ഇമാം മഹ്ദിയുടെ വരവിനു. അവനൊരു ലീഡർ മാത്രമല്ല, ഒരു പ്രതീക്ഷവുമാണ്. അവരാണ് ഇതുപോലെ ഒരു ലോകത്തിൽ നിന്ന് മനുഷ്യരെ രക്ഷിക്കുന്നത്. ഇതിനു വേണ്ടി നമ്മൾ തയ്യാറാകണം, അവന്റെ പദത്തിൽ നടക്കണം. ഇപ്പോൾ സയന്റിസ്റ്റ്സ് ഡ്രൗട്ട് ടോളറന്റ് ക്രോപ്സ് ഉണ്ടാക്കാൻ ശ്രമിക്കുന്നു. വെള്ളം കുരുവായാലും ഇത് വളർന്നു ഭക്ഷണം ഉണ്ടാക്കാൻ പറ്റും. സീഡ്സ് മരിക്കുന്നു, പ്ലാന്റിന്റെ ശക്തിയും വടിക്കുന്നു. വളർന്ന ഡീപ്പ് റൂട്ട്സ്, ലീവ്സിൽ വെള്ളം സംരക്ഷിക്കുന്ന കപ്പാസിറ്റിയൊക്കെ കൂടി കൃഷി സാധ്യമാകുന്നു. സോയിൽ ഇംപ്രൂവ് ചെയ്യാൻ മെത്തേഡ്സ് ഉണ്ടാക്കിയിട്ടുണ്ട്. ഓർഗാനിക് മാറ്റർ കൂടി നൽകുന്നു. ലോകജീവിതം നാശിക്കുന്നത് അവോയ്ഡ് ചെയ്യാൻ അവൻ വരും. നമ്മളവന്റെ സത്യങ്ങൾ പഠിക്കണം. ഭാവി സംശയങ്ങളിൽ കയറി നമ്മളൊരു നന്മ സംസ്കരിക്കണം. ഒരു ചെറിയ ചിന്തയുടെ സംസാരം കഴിഞ്ഞോടും ലോകം നഷ്ടപ്പെടുന്നു എന്ന് പറയുന്നത്. പക്ഷെ ഇതിൽ സാധ്യത ഉണ്ട്. ഡ്രൗട്ട് റെസിസ്റ്റന്റ് ക്രോപ്സ് ഒക്കെ ഇതിന് ഒരു ഉദാഹരണം. ഇതിനെപ്പോലെ നമ്മളും മരണം. ലോകം ബദലിക്കുന്നു. അവർ വരുമ്പോൾ ഏതിരിയും നമ്മൾ സിദ്ധമാകണം. നിങ്ങളും ചെയ്യുന്നു ഇമാം മഹ്ദിയുടെ വരവിന് സിദ്ധമാകണം. നിങ്ങളുടെ ചിന്തകളും കൃതികളും പറഞ്ഞു തരും, കമന്റ് സെക്ഷനിൽ പറഞ്ഞു തരും. നമ്മളൊരു വിധം ഓരോരുത്തരും ഇൻസ്പിറേഷൻ ആകാൻ കഴിയും. ഇതുപോലെ വീഡിയോസ് കാണാൻ സബ്സ്ക്രൈബ് ചെയ്ത് വളരെ ഉപകാരമാകും. നാനി മരിക്കാരുതേ, സത്യങ്ങൾ അറിയുക, സിദ്ധമായി ജീവിക്കുക.